ഹലോ എവരിവൺ, മച്ച് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്യാരറ്റിൻ്റെ സ്വീറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിലും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. റെസിപ്പിയിൽ ആവശ്യമായിട്ടുള്ളത് ഒരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺഫ്ലവറും ഡെസിക്കേറ്റഡ് കോക്കനട്ടും. ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് എടുക്കുന്നു, മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് ഇതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. ഒട്ടും തരിയില്ലാതെ വേണം കേട്ടോ അരിച്ചെടുക്കാനായിട്ട്, എന്നാലാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അരിച്ചെടുത്ത ആ മിക്സിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കോൺഫ്ലവർ അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒട്ടും കട്ടിയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ആ കോൺഫ്ലവർ ഒന്നും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം അടിയിൽ കട്ടിയായിട്ട് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിക്കായി പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ തന്നെ ഇതേപോലെ നല്ല കട്ടിയൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ചെറിയ കപ്പങ്ങ ഒരു ഗ്ലാസ്സാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുള്ളൂ. 3 ക്യാരറ്റ് എടുത്തുള്ളൂ, അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതി നാരങ്ങയാണ് ഞാൻ ചേർത്തുള്ളൂ. ഒരുപാട് പുളിയായാലും രസമില്ല. അപ്പോൾ മധുരവും പുളിയൊക്കെ അവരുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനെടുത്ത അളവിനനുസരിച്ചിട്ട് ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ മധുരമൊക്കെ നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. അപ്പോൾ ആ പാത്രത്തിൽ ഞാൻ ഒരു ഇച്ചിരി നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു. അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്രത്തിലേക്കൊക്കെ ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ നമ്മളുടെ അടിപൊളി ക്യാരറ്റ് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളൂ. വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല കട്ട് ചെയ്യാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈറ്റാണ്. വായിലേക്ക് ഇട്ടാകുമ്പോൾ അപ്പം തന്നെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് ഒന്ന് മുക്കിയിട്ടുണ്ട്. അങ്ങനെ ഡിപ്പ് ചെയ്ത് നമ്മളുടെ ക്യാരറ്റ് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നമ്മൾ ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. ക്യാരറ്റൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ളവരായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ ഒരു പുതിയ